ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പൊള്ളാച്ചിയിലാണ് കേട്ടോ. പൊള്ളാച്ചി മാട് മാർക്കറ്റിലാണ് ഞാനുള്ളത്. അതിരാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമുള്ള കുറേ കാഴ്ചകളാണ്. അതായത് ഈ ഭാഗത്തുള്ള, അതായത് നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും വരുന്ന മാടുകളെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഏക്കർ കണക്കിന് സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. ഓരോരുത്തർ അവരവർ വളർത്തിയതും അവരവർ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നതുമായിട്ടുള്ള മാടുകളെയാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത്. കാള, പശു, എരുമ, പോത്ത് തുടങ്ങി ചെറിയ കിടാവുകളെ വരെയും ചില ഭാഗത്തേക്ക് ചെന്നാൽ ആട്ടുംകുഞ്ഞുങ്ങൾ വരെ നമുക്ക് കിട്ടും. അതൊക്കെ നിസ്സാര റേറ്റിലാണ് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വില കുറച്ച് നമുക്കിവിടെ കൊണ്ടുപോകാം. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ലേലമല്ല, അത് പറഞ്ഞുറപ്പിക്കുന്ന കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ മാത്രമുള്ള കുറേ കാഴ്ചകളുണ്ട് ഇവിടെ. ഒത്തിരി മലയാളീസ് നമുക്കിവിടെ കാണാം കേട്ടോ. കേരളത്തിൻ്റെ നമ്മുടെ വടക്കൻ ജില്ല മുതൽ തെക്കൻ ജില്ല വരെയുള്ള എല്ലാ ആളുകളെയും നമുക്ക് ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കാണാം. ഇത് വരുന്നത് പൊള്ളാച്ചിയിലാണ്. പൊള്ളാച്ചി മാട് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരും, നമുക്കിവിടെ അറിയാൻ പറ്റും. ഈ പൊള്ളാച്ചി മാട് മാർക്കറ്റ് വരുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം ഇവിടെയുണ്ട്. പക്ഷേ ഏറ്റവും വലിയ മാർക്കറ്റ് ചൊവ്വ തന്നെയാണ്. ചൊവ്വയും വ്യാഴമുണ്ട്. വ്യാഴം ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ഈ വിഷ്വലി നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. വ്യാഴാഴ്ച ദിവസത്തെ മാർക്കറ്റ്. ഈ ചൊവ്വാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒന്നെങ്കിൽ തലേന്ന് വന്ന് ഇവിടെ ഒത്തിരി ലോഡ്ജുകളും റൂംസൊക്കെ കിട്ടും. നല്ല ചെറിയ റേറ്റിൽ നല്ല റേറ്റിലൊക്കെ ആയിട്ടുള്ള പല ടൈപ്പിലുള്ള റൂമുകൾ നമുക്ക് ഇതിനടുത്ത് കിട്ടും. ഇവിടെ ഒന്ന് താമസിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി, നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിൽ രാത്രി നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ രാവിലെ മോർണിംഗിൽ ഇവിടെ എത്തിക്കഴിയുമ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ടും ഇവിടെ വന്ന് ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. 1 2 3 4 5 6 6 എടുത്തിട്ടിരിക്കുന്നതാണ്. ഇത് എന്ത് റേറ്റ് പോയത്? 38 രൂപ. ഏത് ഒരെണ്ണത്തിന് 38? ഒരെണ്ണം 38 രൂപ. ഇതൊക്കെ നമ്മുടെ അവിടെ ആണെങ്കിൽ എന്ത് റേറ്റ് വരും? ഇത് നമ്മുടെ ഭാഗത്താണെങ്കിൽ ഇത് കൂടുതലാണ്, കുറയില്ല. ഇവിടെ ആകുമ്പോ ഇനി വണ്ടി വാടക 1000 രൂപ. പറവൂര് പോകാനാണ്. അതെ അല്ലേ. നമ്മുടെ ഇപ്പൊ ഇവിടെ നിന്നൊക്കെ നമ്മുടെ അങ്ങോട്ടേക്കുള്ള ട്രാവലിംഗ് എങ്ങനെയാണ്? ഈ കൊണ്ടുപോകണതിന് ഒരെണ്ണത്തിന് 1000 രൂപ വാടക. അത്രേ വരുള്ളൂ. ഇവിടെ അവിടം വരെ പോണതിന് ആലുവ പറവൂര് പോകാൻ 1000 രൂപ. ഒരെണ്ണത്തിന് 1000 രൂപയെ ആകത്തുള്ളൂ. 1000 രൂപ ആവുള്ളൂ. ഓ, നമ്മളിപ്പോ ഇവിടുത്തെ റേറ്റ് കൂടാതെ ഒരു 1000 രൂപ കൂടെ കൊടുത്താൽ നമ്മുടെ ചരക്ക് നിങ്ങളുടെ വീടെത്തും. ആണല്ലേ? അതും വലിയ നഷ്ടമില്ലല്ലോ. 1000 രൂപ എക്സ്ട്രാ കൊടുത്താൽ മതി. 1000 രൂപ കൊടുത്താൽ മതി. അപ്പൊ നമ്മളല്ലാതെ നമ്മൾ വണ്ടി കൊണ്ടുവരികയൊന്നും വേണമെന്നില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ പേരെഴുതി വിടുക. അല്ല, ഇവിടുന്ന് അതേപോലെ അഡ്രസ് ഇടും. അഡ്രസ് ഇട്ടിട്ട് വിട്ട് കഴിഞ്ഞാൽ അവര് അവിടെ കറക്റ്റായി കൊടുത്തരും. ഓ, ഈ പലർക്കും ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ആശങ്ക എന്ന് പറയണുണ്ടോ? ഞാൻ ചെയ്ത വീഡിയോയിലൊക്കെ ആൾക്കാർ ചോദിക്കുന്ന സംഭവം അത് തന്നെയാ. ഈ ഇങ്ങോട്ട് എണ്ണത്തിന് നമ്മളെ കൊടുക്കുകയാണ്. ഒരെണ്ണത്തിന് 1000 രൂപ വെച്ച് കൊടുത്താല് എറണാകുളം, പറവൂര്, വെടിമര, ആലുവ, തെക്കോട്ട് പോകുമ്പോൾ 1500 രൂപ. അത്രേ വരുള്ളൂ. കായംകുളമൊക്കെ പോകുമ്പോൾ കായംകുളത്തേക്ക് 1500 രൂപ. അത് കൊള്ളാം. അപ്പൊ നമ്മള് വാഹനം ഒന്നും വേണ്ട ആവശ്യമില്ല. വാഹനം കൊണ്ടുവരാൻ നിൽക്കുമ്പോ നഷ്ടമായിരിക്കും. അതാണ് ഈ പലരും നമ്മളിവിടെ പലർക്കും ഉള്ള ഒരു സംശയം. അതാണ്, നമ്മൾ വണ്ടിയും കൊണ്ട് വരണോ, വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇഷ്ടപ്പെട്ടില്ല, വണ്ടി ചാർജ് പോയില്ലേ എന്നൊക്കെയാണ്. അപ്പം വെറുതെ ഇങ്ങോട്ട് കയ്യും കെട്ടി കാശായിട്ട് വന്നാൽ മതി. വന്നു കഴിഞ്ഞാൽ ചരക്ക് മേടിച്ചു കഴിഞ്ഞാല് ഒരു 7-8 എണ്ണൊക്കെ മേടിച്ചാൽ ചെറിയ വണ്ടി വിളിച്ച് സ്വന്തമായിട്ട് കൊണ്ടുപോകാം. അല്ല, നമുക്ക് പറ്റില്ല 3 എണ്ണം പറഞ്ഞാൽ നമുക്ക് എണ്ണത്തിന് കൊടുക്കാം. അപ്പോഴും നഷ്ടമില്ല. ഒരെണ്ണം ആണെങ്കിൽ 1000 രൂപ കൊടുത്താൽ മതി. അത് കൊള്ളാം. അപ്പൊ ആ ഒരു പ്രശ്നം തീർന്നു കേട്ടോ. ഇത് ചൊവ്വാഴ്ച മാർക്കറ്റ്, ഇറച്ചി മാർക്കറ്റ്. വ്യാഴാഴ്ച വന്ന് പാലിന്റെ ഈ കിടാവും കുഞ്ഞുങ്ങളും പാൽ പശുക്കൾ വളർത്തുന്നത്, അത് വന്ന് വളർത്തുന്നത് വ്യാഴാഴ്ച ഈറോഡാണ് അല്ലേ? അത് നമ്പർ 1 ചന്തയാണ്. അവിടെ എച്ചപ്പിന്റെ പശുക്കൾ 110, 15, 80, 70, ജെർസി വന്നിട്ട് 60, 65, അങ്ങനെ ഒരു 20 ലിറ്റർ പാല് കിട്ടുന്നതൊക്കെ ഒരു 80 രൂപ. കാളക്കൂറ്റന്മാര് ലക്ഷണമൊത്ത നല്ല കാളക്കൂറ്റന്മാര്. ഇതിന്റെ ഇത് നമ്മളതാണ്. അതൊക്കെ അങ്ങോട്ടും അല്ലേ? അത് ഏത് മോഡലാ? അത് ആന്ധ്രക്കൂറ്റം എന്ന് പറയും. ആന്ധ്രക്കാള അല്ലേ? ഇതൊക്കെ കൊക്കി കാളന്ന് പറയും. നാടൻ കൊക്കി. നാടനല്ലേ കൊക്കി. ഇതൊക്കെ എന്ത് റേറ്റാ വരണേ? ഇതിപ്പോ 90 വെച്ച് വരുന്നുണ്ട്. ഓരോന്ന് 90 വെച്ചല്ലേ? 90 മേനി വരുന്നുണ്ട്. അല്ലേ? അതാണ് 110 മേനി വരുന്നത്. 110 വരും അല്ലേ? ഇതൊക്കെ നമുക്ക് ഈ കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. കേരളത്തിലേക്കാണ് അല്ലേ? പേരെന്തായിരുന്നു? ഷബീർ.
എവിടെ സ്ഥലം എവിടെയാണ്? കൊടുങ്ങല്ലൂർ. ഇവിടെ ഇപ്പൊ എത്ര വർഷമായിട്ട് വരുന്നുണ്ട്? ഇവിടെ ഒരു 3-4 വർഷമായി. 3-4 വർഷമല്ലേ? നല്ല മാർക്കറ്റാ അല്ലേ? നല്ല മാർക്കറ്റ്. അത്യാവശ്യം ആൾക്കാര്. നിങ്ങളിപ്പം എല്ലാ മാർക്കറ്റിലും ഇതുപോലെ പോവാറുണ്ടോ? വാണിയംകുളം, പെരുമ്പ്രായില് പോകാൻ പറ്റില്ല. വാണിയംകുളം, കോൽമന്നം. മറ്റ് തമിഴ്നാട്ടിലേക്കൊക്കെ ആണെങ്കിൽ വേറെ ഏതൊക്കെ സ്ഥലത്ത് പോകാറുണ്ട്? ആന്ധ്ര, ഒറീസ, ഛത്തീസ്ഗഡ്. അതെ അല്ലേ? കർണാടക എല്ലായിടത്തും പോകണം. എല്ലായിടം പോകാറുണ്ട്. എടുക്കാനായിട്ട് പോകുന്നതാണ്. അതെ അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് വ്യാപാരമൊക്കെ? മാടൊക്കെ അത്യാവശ്യം നല്ല വിലയാണ്. നല്ല വിലയാണ്. ഇത് കണ്ടത് ഇതൊക്കെ കച്ചവടമായിരിക്കുന്നതാണ് കേട്ടത്. ഈ ഇങ്ങോട്ട് കെട്ടിയിരിക്കുന്ന മൊത്തം മറ്റേ ഇതിൽ ലോറിയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഈ കാണുന്ന ഫുള്ള് ഇത് മൊത്തം കച്ചവടമായിരിക്കുക. നമുക്ക് വളർത്തിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ട ചെറിയ ചെറിയ കിടാവുകളൊക്കെ നിൽക്കും. നല്ല ലക്ഷണമൊത്ത് നല്ല ഭംഗിയുള്ള കൊച്ചു ഡാവുകളൊക്കെ ഉണ്ട്. അത് രണ്ടിനും കൂടി 45 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ആ 2 പശുവിനും കൂടി 45 രൂപ, 45,000 രൂപ. ഇവിടെ നിന്ന് കുറേ കയറി ഇങ്ങോട്ട് വരുമ്പം ആയിരക്കണക്കിന് 10,000-കണക്കിന് കാളകളും പോത്തുകളും എരുമകളും പശുക്കളും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ നല്ല എരുമക്കുട്ടന്മാർ, നല്ല ലക്ഷണമൊത്ത എരുമകൾ കേട്ടോ. ഒക്കെ അവിടെ ഇത് കണ്ടോ. അവിടെയൊക്കെ എല്ലാം ഓരോ സ്ഥലത്തും ഒരേ സമയം ഇങ്ങനെ ലേലം നടന്നുകൊണ്ടിരിക്കുക. ലേലമല്ല, ഇവർ പറഞ്ഞുറപ്പിക്കുന്ന പരിപാടികൾ. നമ്മൾ കണ്ടാൽ അവർക്ക് ഇത് വഴക്കാണെന്ന് ഓർക്കും. പക്ഷെ വഴക്കൊന്നും അല്ലത് അവരുടെ ഒരു രീതിയാണ് കേട്ടോ. ലാസ്റ്റ് പിടിച്ചു പറിച്ച് കയ്യിൽ നിന്നൊക്കെ വലിച്ചെടുത്തിട്ടൊക്കെ പോകും.